Yes, it is time to discuss something lovely again. Taste of Ramadan. ഭക്ഷണം എപ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്ന ഒരു സമയം when it comes to the taste. ആ ടേസ്റ്റുകളെയൊക്കെ കുറിച്ചും ഈ റമദാൻ സമയത്തെ പാചകവും കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട് on Ramadan Conversations on 973 show we have with us the executive chef at the Lulu Group, സുരേഷ് നായർ. സുരേഷ്, നമസ്കാരം. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. വളരെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, റമദാൻ ടേസ്റ്റ്. ഞങ്ങളുടെ തന്നെ ആയ ലൈവ് FM 107.2 ഈ സമയം നടത്തി വരുന്നതാണ് ഇഫ്താർ രുചി. എല്ലാവരും നോക്കിയിരിക്കുക, റെസിപ്പികൾ കൊണ്ടുവരുന്ന സമയം, ചേഞ്ചസ് ഒരുപാട് ട്രൈ ചെയ്യുന്ന സമയം, പിന്നെ ഈ നോമ്പ് തുറ വിഭവങ്ങൾ അല്ലേ, ഇതൊക്കെ വരുന്ന ഒരു മാസം. ഈ മാസത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് എല്ലാ ആസ്പെക്ട്സിലും, ഭക്ഷണത്തിലും അതുണ്ട് ഇല്ലേ. ഒരു ഷെഫ് എന്ന നിലയ്ക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ഈ മാസത്ത് വരുന്ന ചേഞ്ചസും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു റമദാന് ഫാസ്റ്റിംഗ് ആണല്ലോ മെയിനായിട്ട്. പക്ഷെ മറ്റുള്ള എല്ലാ മാസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ് ഈ ഒരു റമദാൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു സൈഡ് നോക്കുമ്പോൾ നമ്മളൊരു സൺറൈസ് മുതൽ സൺസെറ്റ് വരെ ഭക്ഷണം കഴിക്കാൻ ഫാസ്റ്റിംഗ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നു ഭക്ഷണത്തിന് വേണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാസം ആൾക്കാർ ഫുൾ എല്ലാവരും, പ്രത്യേകിച്ച് നോയമ്പെടുക്കുന്നവരും നോയമ്പെടുക്കാത്തവരും ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇഫ്താർ. തീർച്ചയായിട്ടും ഇഫ്താർ. ഇവര് ഈ രാവിലെ മുതൽ ഈ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നത് ഈ ഒരു ഇഫ്താറിലേക്കാണ്, അതായത് ഫുഡിലേക്കാണ് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത്രയേറെ പ്രാധാന്യം ഈ ഒരു ഇഫ്താറിനുണ്ട്, അതായത് ഭക്ഷണത്തിനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഇപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്ക് ടൈമില്ല. എല്ലാവർക്കും അത് അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണങ്ങൾ കുക്ക് ചെയ്യുന്നതിനോ അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഇതുപോലെ റെസ്റ്റോറൻറ്റിനെ നമ്മളെ പോലുള്ള ഓർഗനൈസേഷനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനും പ്രിപ്പയറായി തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് ഇത്രയേറെ നല്ല ഭക്ഷണം ആൾക്കാർക്ക് നോയമ്പ് തുറക്കാനായിട്ട് എത്തിക്കുന്നതിനും ഒരു ഇതിൽ എഫർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ വിചാരിക്കുന്നു നമ്മളും ഈ ഒരു നോയമ്പ് തുറയുടെ ഭാഗമായി മാറുന്നു തോന്നും. കാരണം നമ്മൾ ഈ ഫുൾ ബിസിയാണ് ഈ ഒരു റമദാൻ മാസം. ഇഫ്താറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മളും ഒരു പിന്നാമ്പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യമാസത്തിൽ ഭക്ഷണത്തിന് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ റമദാൻ എല്ലാവരും നല്ല രീതിയിലുള്ള കഴിയുന്നതും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഫാമിലി ആയിട്ടോട് എല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, ഈ റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് ട്രഡീഷൻസിന്റെ മാസവും കൂടിയാണല്ലോ. പ്രത്യേകിച്ചും ഭക്ഷണങ്ങളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മറ്റു രാജ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യ, പിന്നെ ലുലു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ മൾട്ടി ക്യൂസീൻസ് സുരേഷ് കാണുമല്ലോ. ഈ ട്രഡീഷണലി ആയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ, പ്രത്യേകിച്ച് ഇഫ്താറിൽ നോമ്പ് തുറ വിഭവങ്ങളും അല്ലെങ്കിൽ ഇഫ്താറിന്റെ ഭക്ഷണങ്ങളും, അങ്ങനെയുള്ള ചേഞ്ച് ഓഫ് ക്യൂസീൻസ് കൊണ്ടുവരാറുണ്ടോ ഈ മാസം? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ സാധാരണ ആൾക്കാർ ഈ നോയമ്പ് തുറയ്ക്ക് കൂടുതലും ഈ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാറ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി വൈസ് നോക്കുമ്പോൾ ഫ്രൈഡ് ഐറ്റംസ് പാടില്ല എന്നാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത്. അത്ര നല്ലതല്ലെന്നാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ടേസ്റ്റ് കൂട്ടുന്നത് ഫ്രൈഡ് ഐറ്റംസിനാണ്. അപ്പൊ ഈ ഫാസ്റ്റിംഗ് എടുത്ത് നല്ലൊരു വിശപ്പുണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരും. അപ്പൊ ആ ടെൻഡൻസി വിട്ടിട്ട് ഇപ്പൊ നമ്മളെന്താ പറയുക, ഇപ്പൊ മറ്റുള്ള ക്വസ്റ്റ്യൻ ഇപ്പൊ കോണ്ടിനെന്റൽ ആയാലും ഇപ്പൊ ഗ്രിൽഡ് ചിക്കൻ ഓയിൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോണ്ടിനെന്റൽ ടൈപ്പ് കുക്കിംഗ് മെത്തേഡ് ഒരു ഫ്യൂഷനായിട്ട് കൊണ്ടുവന്ന് നമ്മളെ നാടൻ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഈസി ഒരു ഡിഫറൻറ്റുമായി ആൾക്കാർക്ക് അധികം ഓയിൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാട്ട് നോക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ടെൻഡർ കോക്കനട്ട് ചിയാ പുഡിംഗ് അല്ലെങ്കിൽ അവക്കാഡോ ചിയാ പുഡിംഗ്, നമ്മൾ അവക്കാഡോ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് ഹണി ആഡ് ചെയ്ത് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ചിയാ പുഡിംഗ്, ചിയ ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 hour വെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് പ്രോപ്പറായിട്ട് എടുത്ത് ഈ അവക്കാഡോയുടെ മേളിൽ ഇത് ചിയാ പുഡിങ്ങും കുറച്ച് സാധാരണ നോർമലി യൂറോപ്യൻസ് ഗ്രനോലയാണ് ഉപയോഗിക്കുന്നത്. ഗ്രനോല ഇട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി മീലായി മാറും. പക്ഷെ നമുക്ക് അതിന് പകരം റൈസ് ഫ്ലാക്സ് അവര് മിക്സ് ചെയ്തിട്ട് ഗ്രാനോലേക്ക് പകരം അതൊക്കെ ഒരു യൂറോപ്യൻസ് ഒന്നും അങ്ങനെ റൈസ് ഫ്ലാക്സ് കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അതൊരു ഫ്യൂഷൻ ആയിട്ട് വരികയും ചെയ്യും, ഹെൽത്തിനും നല്ലതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ അറബിക് കസ്റ്റമർക്ക് ആണെങ്കിലും അവരുടെ സ്പൈസ് ലെവൽ മാത്രം അവർക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ മതി. ഇപ്പൊ ഒരു ഔട്ട് ഓഫ് 10 നോക്കുകയാണെങ്കിൽ ഇന്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 7-8 വരെ
സ്പൈസി ലെവൽ കഴിക്കാൻ പറ്റും. പക്ഷെ ഒരു അറബിക് അല്ലെങ്കിൽ യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ ബിലോ 4 ആയിരിക്കും അവരുടെ സ്പൈസി ലെവൽ. ഇപ്പൊ നമ്മള് ഇന്ത്യൻ ഫുഡ് അധികം സ്പൈസി ഇല്ലാത്ത, ഫോർ എക്സാമ്പിൾ ബട്ടർ ചിക്കൻ അറബീസും എല്ലാവരും കഴിക്കാറുണ്ട്. അത് നമ്മൾ ഒരു സ്പൈസി ലെവൽ ഒരു 3 അല്ലെങ്കിൽ 4 ഔട്ട് ഓഫ് 10 മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇന്ത്യൻസിനും കഴിക്കാം, മറ്റുള്ള കൺട്രീസുകാരും കഴിക്കാം. അറബിക്കിനും അത് ഒരു ഇഷ്ടമുള്ള വിധം തന്നെയാണ്. അങ്ങനെ കുറെ മാറ്റങ്ങൾ നമ്മൾ ഫുഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റാർട്ടേഴ്സിൽ നോയമ്പൂറയ്ക്കുള്ള സ്നാക്സ് ഐറ്റംസിൽ അതുപോലുള്ള മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരുപാട് ഇപ്പൊ പറഞ്ഞ പോലെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ എന്താ ചിയ സീഡ്സിന് അല്ല ഗ്രനോലയ്ക്ക് പകരം റൈസ് ഫ്ലേക്സ് ഇടുന്നത്, അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ഒരുപാട് പേര് റെസിപ്പീസ് കൊണ്ടുവരുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ്താർ രുചി എന്ന് പറഞ്ഞ് വീട്ടമ്മമാരുടെ തനതായിട്ടുള്ള ചില റെസിപ്പീസ് അപ്പം കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ് കുട്ടികൾക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു ഷെഫ് എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള റെസിപ്പീസിന് ഉള്ള ടിപ്സ് എന്തൊക്കെയാണ്? ഞാൻ ശരിക്കും പറഞ്ഞു ഇവിടെ വന്നിട്ട് 18 years ആയി ബഹ്റിനിൽ. ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേറ്റ് റമദാൻ എത്രയേറെ ഇമ്പോർട്ടൻസ് എനിക്കറിയില്ല. കാരണം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ റമദാന്റെ. അപ്പൊ അതിന് മുന്നേയായിട്ട് നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ തന്നെ കേൾക്കുമെന്ന് സാറാന്ന് തോന്നാം. പക്ഷെ നമ്മള് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒരു നോയമ്പൂറയ്ക്ക് പോയപ്പോ അവിടെ ഒരു തരിക്കഞ്ഞി ഉണ്ടായിരുന്നു. തരിക്കഞ്ഞി ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു അതിന്. ആ സാധനം ഞാൻ ഇവിടെ പല സ്ഥലത്തും കഴിച്ചിട്ടും എനിക്ക് ആ തരിക്കഞ്ഞിയുടെ ടേസ്റ്റ് വന്നില്ല. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ആ ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ കുറെ പ്രാവശ്യം ഇത് ട്രൈ ചെയ്താണ് ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടി. ഞാൻ പല സ്ഥലത്തും നോയമ്പൂറയ്ക്ക് പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്, ഈ തരിക്കഞ്ഞി നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കറക്റ്റ് ഒരു തരിക്കഞ്ഞിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നുകിൽ അത് വളരെ തിക്കായി കാണും, അല്ലെങ്കിൽ ലൂസ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിരിക്കാം. പക്ഷെ തരിക്കഞ്ഞി ബാലൻസ് ഉണ്ട്, അത് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നിസ്സാരമായ ഒരു ഐറ്റമാണ് അത്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് ഒരു മിൽക്ക് ഒഴിക്കുന്നു, പെട്ടെന്ന് കുറച്ച് സെമോലിന അല്ലെങ്കിൽ റവ ഇട്ട് ചൂടാക്കി എടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതിലും കൊണ്ടൊരു സയൻസ് അല്ലെങ്കിൽ ഒരു ഇതുണ്ട്. അതായത് നമ്മളൊരു പ്രോപ്പർ തരിക്കഞ്ഞി കിട്ടണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം, ഒരു 2 കപ്പ് പാല്, അതും തിളച്ചതിന് ശേഷം 4 ടേബിൾ സ്പൂൺ റവ അതിലിടുമ്പോൾ മാത്രമേ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അതെ, അതുപോലെ ഇത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി സാൾട്ട് വളരെ മൈന്യൂട്ടായിട്ട്, ഒരു നുള്ളു ഉപ്പിടും, അതുപോലെ ഷുഗർ ഒരു ആവശ്യത്തിന് ഷുഗർ, കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഷുഗർ. അത് കഴിഞ്ഞ് ഗീയിൽ ഷാലറ്റ്, ചെറിയ ഓണിയൻ ഫൈനായിട്ട് ചോപ്പ് ചെയ്തൊന്ന് ഇടുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് കറക്റ്റാ വന്നാൽ മാത്രമേ തരിക്കഞ്ഞിക്ക് അതിൻ്റെതായ അത് ചില റമദാന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് അത് ഓർമ്മ വന്നൊന്നും. അപ്പൊ ഇത് തരിക്കഞ്ഞി നിസ്സാരമായിട്ട് നമ്മൾ കാണുന്നെങ്കിലും അതിൻ്റെതായ കറക്റ്റ് റെസിപ്പി ഫോളോ ചെയ്താൽ മാത്രമേ എക്സാക്ട്ലി നമുക്ക് അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് അനുഭവപ്പെടും. ഐ തിങ്ക് ഇത് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണല്ലേ, ഓരോ ഡിഷിനും അതിന്റെ ഒരു കൺസിസ്റ്റൻസി ഒക്കെ വരണമെങ്കിൽ അത് ഒരു ഷെഫിന് മാത്രം മനസ്സിലാവുന്ന ഒരു സയൻസ് ആണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ ഷാലറ്റ്സ് ചോപ്പ് ചെയ്ത് നെയ്യിലൊന്ന് ഇടുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ, സീസണിങ് അല്ലെങ്കിൽ ഡിസ്പ്ലേ, ഫുഡിന്റെ ഡിസ്പ്ലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. നമ്മൾ ഇഫ്താർ നോക്കി ചെല്ലുമ്പോൾ കണ്ടു വാങ്ങിക്കുന്ന ചില കാര്യം, ഈ ഡിസ്പ്ലേ ഓഫ് ഫുഡിനെ കുറിച്ച് എന്താണ് പറയുക? നമ്മളൊരു ഫുഡ് വാങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കി പ്രസന്റ് ചെയ്യുമ്പോഴോ ആദ്യം നമ്മൾ ഫുഡ് കാണുമ്പോഴാണല്ലോ നമ്മളുടെ ഒരു മനസ്സ് നിറയുന്നത്. അപ്പോൾ ഫുഡ് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ്. എന്ന് വെച്ചാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ പണ്ടുള്ള കാലത്ത് നമ്മൾ വിശപ്പിന് വേണ്ടി മാത്രമായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമുക്ക് എപ്പോഴാണോ വിശക്കുന്നത് നമ്മൾ ഫുഡ് കഴിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം പ്രസന്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഓരോ ഡിഷിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഒരു കളർ മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു അതുപോലെ പ്രസന്റ് ചെയ്യുന്ന പ്ലേറ്റ്, നമ്മളൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡിഷ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു പ്യുവർ വൈറ്റ് പ്ലേറ്റിൽ ബാക്ക്ഗ്രൗണ്ട് പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കാണാൻ എടുത്ത് നിൽക്കാം. അതുപോലെ ഡ്രൈ ഐറ്റംസ് ആണെങ്കിൽ അത് സെറ്റ് ചെയ്ത് വയ്ക്കുന്ന ഒരു രീതി, നമ്മൾ വേറെ ഒരു ഗാർണിഷ് മുകളിൽ ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ചിക്കൻ ആയാലും മട്ടൺ ആയാലും അല്ലെങ്കിൽ എക്സാമ്പിൾ ലോലിപോപ്പ് പറയുകയാണ്, അത് ആ പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഫോളോ ചെയ്താൽ തന്നെ ആ ഡിഷ് കാണാൻ ഒരു ഭംഗിയാണ്. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാനൊരു സലാഡ് പറയുന്നു. ഇപ്പം വാട്ടർ മിലൻ ഫെത്ത ചീസ് സലാഡ്, വാട്ടർ മിലൻ വളരെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കറക്റ്റ് നമ്മളൊന്ന് ലൈനിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈനിട്ട് എല്ലാ ക്യൂബ് ഒരുപോലെ ആ ക്യൂബ് ഒന്ന് കട്ട് ചെയ്തതിൽ ഫെത്ത ചീസ് സ്പ്രിങ്കിൾ ചെയ്ത്
നമ്മളെ മിന്റ് ലീവ്സ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തൊന്ന് മുകളിലിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. റെഡ്, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുണ്ട്. അതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ കണ്ണിനാണല്ലോ നമുക്ക് ആദ്യം ഒരു കുളിർമ കിട്ടുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പൊ അത് കാണുമ്പോൾ ആ ഫുഡിന്റെ ഒരു അട്രാക്ഷൻ നമ്മളെ മനസ്സ് നിറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ അതിനൊരു അറ്റൻഷൻ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എക്സെപ്റ്റ് മേ ബി തിരക്കുള്ള വീട്ടമ്മമാരും, വീട്ടമ്മയല്ല ജോലി ചെയ്യുന്ന സ്ത്രീകൾ, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആണ്. ഇപ്പൊ ഞാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി ടേബിളിൽ വെച്ചിട്ട് പോകത്തേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇറ്റ് വാസ് വെരി ഈസി. സാലഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ പ്ലേറ്റിന്റെ കോമ്പിനേഷൻ ഒക്കെ പറഞ്ഞ കളറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും. വൈറ്റ് ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് വൈറ്റ് കളറാണ്, നമുക്ക് ഡാർക്ക് പ്ലേറ്റ് ഉപയോഗിക്കാം. ജസ്റ്റ് ഡാർക്ക് പ്ലേറ്റിൽ കറക്റ്റ് ഒന്ന് സർവ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കാണാൻ ഒരു ഭംഗിയല്ലേ. നമ്മള് ഏതെങ്കിലും എടുക്കണേ അതിന് പകരം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ശരിയാണ്, നല്ലൊരു ടിപ്പാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റമദാൻ നോമ്പ് തുറ വിഭവം. റമദാൻ മെയിനായിട്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടൈമാണ് ഇപ്പൊ ആൾക്കാർക്ക് ഇല്ലാത്തത്. ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളിലോട്ട് ആൾക്കാർ എല്ലാം ക്വിക്ക് മീൽ, ഫാസ്റ്റ് മീൽ ഒക്കെയാണ്. ഇപ്പൊ ഒരു സാധനം നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഈ കുഞ്ഞിപ്പത്തിരി വീടുകളിൽ ഉണ്ടാക്കാറ്. ഇപ്പൊ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നത് ഇപ്പൊ ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്, ചില ആൾക്കാർ ബീഫ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഈ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്ന റൈസ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെറിയ പത്തിരി ഉണ്ടാക്കി നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു കുഞ്ഞിപ്പത്തിരി കുറച്ച് നമ്മൾ മാറ്റി വെച്ചാൽ സെപ്പറേറ്റ് കുറച്ച് റൈസ് ഫ്ലാക്സും ജാഗരിയും കുറച്ച് കോക്കനട്ട് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് അതിന് വേറൊരു ഡിഷാക്കി മാറ്റാം. അതൊരു നമുക്ക് ആ നോയമ്പൂറൊക്കെ വെച്ചിരിക്കുന്ന നമുക്ക് ഹെൽത്തി സ്വീറ്റ് ഡിഷ് ആയിട്ട് മാറി. ചെറുതായിട്ട് ജാഗരി ഇട്ട് കഴിഞ്ഞാൽ അതൊരു നമ്മളിപ്പോ അവൽ വിളയിച്ചതുപോലെ ശർക്കരയും കുഞ്ഞിപ്പത്തിരിയും കൂടെ ഇട്ട് ശർക്കരയും കോക്കനട്ടും മാത്രം ഗ്രേറ്റ് ചെയ്തിട്ടായാലും കുഞ്ഞിപ്പത്തിരിയോടെ കഴിക്കുമ്പോൾ അതൊരു നോയമ്പൂറൊക്കെയുള്ള ഒരു വിഭവമായി. അതുപോലെ ഈ തരിക്കഞ്ഞി എന്ന് പറയും. തരിക്കഞ്ഞി നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ച് നമ്മൾ ലാസ്റ്റ് ഈ ഷാലറ്റ്സ് ഒക്കെ ഇടുന്നതിന് മുന്നായിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് നല്ല പഴുത്ത ബനാന ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ട് തരിക്കഞ്ഞിയിലിട്ട് ഒരു സ്പൂൺ റവയും കൂടെ ഇട്ട് ഒന്ന് നല്ല കുറുക്കിയെടുത്ത് ഒരു പ്ലേറ്റിലൊന്ന് വെച്ച് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേസരി പോലെ, ബനാന കേസരി പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമായി. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അതുപോലെ അപ്പം മാവ്, നമ്മളെ വീട്ടിൽ ചിലപ്പം അപ്പത്തിന് മാവ് ഉണ്ടാവാം. ഇത് നമുക്ക് ഈസി ആയിട്ട് അപ്പത്തിന് മാവിൽ കുറച്ച് നമുക്ക് കോക്കനട്ട് മിൽക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് ഈ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇതിന്റെ എല്ലാ മോഡലും കുറച്ച് കോരി ഒഴിച്ചിട്ട് ഇതിന്റെ പുറത്ത് കുറച്ച് ഡേറ്റ്സോ ബ്ലാക്ക് റൈസോ അതിന്റെ പുറത്തിട്ടിട്ട് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതും ഒരു കാണാൻ ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക്സ് പോലെ. ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഒരു ഷെഫ് വീട്ടിലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അതൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സൈഡിലൂടെ ഒരു കണക്കിന് അത് നടന്നു പോകുന്നുള്ളത്. അതിനുവേണ്ടി പ്രത്യേക ഞാനിപ്പോ ശ്രദ്ധിച്ചു, സുരേഷ് പറഞ്ഞ മൂന്നും നമ്മൾ ഉണ്ടാക്കുന്നതിൽ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ചുണ്ടാക്കാവുന്ന സാധനങ്ങളാണ്. ഒരു ടൈം നമുക്ക് കുറച്ച്. അപ്പൊ രണ്ട് ഡിഷുമായി ഒരേ അധ്വാനം ഒന്നില്ലെങ്കിൽ തീരുകയും ചെയ്യും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലാഡ് ഞാൻ പറഞ്ഞു, ഒരു സലാഡും വേണം ഫ്രൂട്ടും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞൊരു സലാഡും ഫ്രൂട്ടും ഇപ്പൊ പീച്ച് പോലുള്ള ഒരു ലത്തീഫ്സും പീച്ചും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് കുറച്ച് ലൈമും ഒലിവ് ഓയിലും ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സലാഡ് മിക്സ് ചെയ്ത ഒരു സലാഡ്. ഇപ്പൊ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാൻ പറ്റുന്നു, അതോടൊപ്പം ഹെൽത്തി സലാഡ്. ഇങ്ങനെയുള്ള കുറച്ച് ഡിഷസ് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാം. ഒരു ഡിഷ് ചോദിച്ചപ്പോൾ ഷെഫ് സുരേഷ് നമുക്ക് തന്നത് 5 ഡിഷസ് ആണ് ഈ റമദാന് പരീക്ഷിക്കാൻ. വെൽ, നമ്മളെ കോൺവെർസേഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കണം ആസ് എ ഷെഫ്. ഒരു സമൃദ്ധിയുടെ മാസമാണ് റമദാൻ. എല്ലാവരും കൈയഴിഞ്ഞ് കൊടുക്കുകയും ഭക്ഷണത്തിനും ഒന്നും ഒരു കുറവുമില്ലാത്ത മാസമാണ്. അതേസമയം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലേ? അതിനെക്കുറിച്ച് ആസ് എ ഷെഫ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, വാട്ട് ഈസ് യുവർ ടിപ്പ്? എങ്ങനെ നമുക്കത് കുറയ്ക്കാം? ഭക്ഷണം വേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഭക്ഷണം വേസ്റ്റ് ചെയ്യുക. പക്ഷെ ഈ ഒരു പ്രത്യേകിച്ച് ഒരു റമദാൻ മാസത്തിൽ നോമ്പുറയ്ക്ക് വേണ്ടി ഒത്തിരി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഒത്തിരി വേസ്റ്റ് വരുന്നതാണ് അതിൻ്റെ ഒരു സത്യം. പക്ഷെ നമ്മളത് കുറച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ കളയുന്നതിൻ്റെ കുറേ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ ഈസി ആയിട്ട് പറ്റും. ഒന്ന് നമ്മളൊരു ഫാമിലി ആയിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് ഒരു ഇഫ്താർ അല്ലെങ്കിൽ ഒരു നോയമ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എത്ര ആൾക്കാരാണുള്ളത്? ഒരു 10 പേര്. നമ്മളൊരു ചെറിയ കാൽക്കുലേഷൻ വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മളൊരു സ്റ്റാർട്ടേഴ്സ് ചിലപ്പോൾ ഒരു 5-6 ഐറ്റംസ് ഉണ്ടാക്കാം. മെയിൻ കോഴ്സ്
റൈസും കറികൾ തന്നെ ഒരു 3-4 ടൈപ്പ് ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു കറി നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരാൾക്ക് ഒരു പോർഷൻ ആയിരിക്കാം. ഒരു 200 ഗ്രാമോ 250 ഗ്രാമോ ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചില്ലി ചിക്കൻ നമ്മൾ അവർക്ക് ഒരു ഗസ്റ്റിന് നമ്മൾ കണക്കാക്കുന്നു. നമ്മളൊരു 5 ഐറ്റം അല്ലെങ്കിൽ 6 ഐറ്റം വരുമ്പോഴത്തേക്ക് ഏകദേശം 1 കിലോയ്ക്ക് മുകളിൽ വരും ഒരാൾക്ക്. അതെന്തായാലും ഒരു കൺസ്യൂം ചെയ്യില്ല. കാരണം ഒരാൾക്ക് പരമാവധി ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാക്സിമം ഒരു ഡെസേർട്ട് ഇൻക്ലൂഡ് ചെയ്യാതെ ഒരു 500 ഗ്രാം മാത്രമേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ. എല്ലാം സ്റ്റാർട്ടറും മെയിൻ കോഴ്സ് ഉൾപ്പെടെ ഒരു 500 ഗ്രാം കഴിക്കുമ്പോൾ തന്നെ അവർക്ക് അത് ഫുള്ളാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കൂടുതൽ മെയിൻ കോഴ്സുകൾ കൂടുന്നതനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കുറയ്ക്കണം. നമ്മൾ ഓരോ ഐറ്റത്തിന്റെ പോർഷൻ കണക്കാക്കിയിട്ട് നമ്മൾ വെക്കേണ്ടതായ കാര്യമില്ല. ഇപ്പോൾ 200 ഗ്രാമാണ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. 200 ഗ്രാം നമ്മൾ ചിക്കൻ കറി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു 4 ഡിഷ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് നമുക്ക് 100 ഗ്രാമിന് താഴെ വരണം. ഓക്കെ. അപ്പോൾ ഒരു 10 പേർക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ 1 കിലോ കറി മതിയോ? പക്ഷെ നോർമലി നമ്മൾ എന്ത് ചെയ്യും, 2 കിലോ ഉണ്ടാക്കും. അങ്ങനെ കരുതിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കഴിച്ചു വരുമ്പോൾ അത് കുറയില്ല. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ കഴിക്കുന്നതിന്. അതുപോലെ നമ്മൾ ഈ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്ന സർവ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്, കഴിക്കുന്നവർക്കും തീർച്ചയായിട്ടും. ഒരു പ്ലേറ്റ് ഫില്ല് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാം ഒരുമിച്ച് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ഭക്ഷണം നമുക്ക് ഏതാണ്, ഇപ്പോൾ റൊട്ടിയോ നാനോ റൈസോ, അതിന് കോമ്പിനേഷനായ ഏതാ കറിയെന്ന് വെച്ചാൽ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അത് കഴിഞ്ഞ ആവശ്യത്തിന് കഴിച്ചാൽ നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോകാം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കഴിച്ചു വരുമ്പോൾ നമ്മളുടേതായ നമുക്ക് എത്ര വേണോ അത്രയും ഫുഡ് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ. പക്ഷേ എല്ലാ ഫുഡും നമ്മൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് ഇൻഡിവിജ്വലി കിട്ടില്ല. രണ്ട്, ഇത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് കളയേണ്ടി വരും. അപ്പോൾ കഴിക്കുന്നവരും ശ്രദ്ധിക്കുക, ഉണ്ടാക്കുന്നവരും ഈ വക ഒരു കാൽക്കുലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ ഫുഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആരും പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. അപ്പോൾ എത്ര പേര് 5 പേര് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് 1 കിലോ ചിക്കനോ 2 കിലോ ചിക്കനോ വാങ്ങിക്കൊണ്ട് വരുന്നു, അത് ഫുള്ളാന്ന് കുക്ക് ചെയ്യുന്നു. ഇതെല്ലാം ഇഫ്താറോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറോ കഴിഞ്ഞ് പോകുമ്പോൾ അത്രയേറെ ഫുഡ് അവിടെ ബാക്കി വരും. സത്യമാണ്. സോ താങ്ക് യു വെരി മച്ച് സുരേഷ് ഫോർ ജോയിനിങ് അസ്. റമദാൻ സന്ദേശം എന്തെങ്കിലും ഉണ്ടോ എല്ലാവരോടുമായി? പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ എപ്പോഴും ഒരു നല്ല രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും അഡ്വൈസ് ചെയ്യാറുള്ളൂ. അതുപോലെ എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഭക്ഷണപ്രേമികളായ എല്ലാവർക്കും എൻ്റെ റമദാൻ ആശംസകൾ. അതുപോലെ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നത് എത്ര ടൈം എടുത്തായിട്ടായാലും മാക്സിമം, അതായത് ഒരു ഹൈജീനിക്കലി അല്ലെങ്കിൽ വൃത്തിയോടുകൂടി നീറ്റായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ആ ഒരു പാർട്ട് കൂടെ ശ്രദ്ധിച്ചു പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. Thank you very much. That was Taste of Ramadan, and with us was Suresh Nair, Executive Chef with the Lulu Group. Well, that was a full neat basket of tips and advices. Yes, how to be responsible while cooking, while serving, while eating, and also the importance of being hygienic while cooking. Adu koodade nalla beautiful and easy quick 5 recipes from the chef himself. So that was all on Ramadan Conversations, only on the 973 show.